നല്ല ക്ലൈമറ്റ്, നല്ല തണുപ്പ്. ജൂണിൽ വന്നപ്പോൾ ഞങ്ങൾ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല ഇത്ര തണുപ്പുണ്ടാവുന്നു. ചൂട് എന്നാ വിചാരിച്ചത്. ജൂൺ ലാസ്റ്റ് ആണല്ലോ ഇത്, പക്ഷെ നല്ല തണുപ്പ്. ഞങ്ങൾ അങ്ങനെ ഇങ്ങനെ യാത്ര ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. കുതിരപ്പുറത്തുള്ള ഒരു യാത്രയിലാണ് ഞങ്ങൾ. സത്യം പറഞ്ഞ അടുത്ത് കുലുങ്ങിയിട്ട് എങ്ങനെയാണോ പണ്ട് യുദ്ധത്തിനൊക്കെ കുതിരപ്പുറത്ത് പോകുന്നതെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഇത് ഇവിടുത്തെ ട്രഡീഷണൽ ഒരു ബണ്ണാണ് കേട്ടോ. ബൗർസക് എന്നാണ് ഇതിന്റെ പേര്. ഇതാണ് നമ്മുടെ ഹോസ്റ്റ്. ഞങ്ങളെ ഇവിടെ ഹോം സ്റ്റേ ഉണ്ട്, അടിപൊളി ഫുഡ്. ഇവിടെ നല്ല വ്യൂ കണ്ടപ്പോ എല്ലാരും ഇറങ്ങി ഫോട്ടോ എടുക്കാൻ വേണ്ടിട്ട്. അടിപൊളിയാക്കിയ നല്ല രസമുള്ള വില്ലേജ്, അടിപൊളി. സൂപ്പർ. ശരണ്യപ്പ പാറിപ്പോട്ടാ. Wait, we should leave from there. Guest house. Okay. അവിടെ കണ്ട ഒരേ ആടുകള്, ഷീപ്പ്. ഇപ്പൊ നമ്മള് സാത്തി വില്ലേജിലേക്ക് കടന്നു. ഇവിടെ സാത്തിന്ന് കാണുന്നുണ്ട്, പക്ഷെ ഇരുട്ടായതുകൊണ്ട് 7:40 ആയി ഇപ്പൊ. അപ്പൊ ഇരുട്ടായിക്കൊണ്ട് വന്ന് നമ്മുടെ വില്ലേജിലേക്ക് ഇപ്പൊ എത്തി. ഇനി നമ്മൾ നേരെ ഗസ്റ്റ് ഹൗസിലേക്ക് പോവാണ്. നീളത്തിലുള്ള മലകള്, ഇതൊക്കെ സെമിത്തേരീസ് ആണ്. ഐ ലവ് സാത്തി. കണ്ടാ റിവർ, ഇത് കോൾസൈ ലേക്കിലേക്കുള്ള റിവർ. വെൽക്കം ടു സാത്തി വില്ലേജ്. അങ്ങനെ നമ്മൾ സാത്തി വില്ലേജിലേക്ക് കടന്നിരിക്കുകയാണ് കുട്ടികളെ. അങ്ങനെ നമ്മൾ സാത്തി വില്ലേജിലേക്ക് കടന്നിരിക്കുകയാണ്. സൗമ്യ പറയുന്നു ഇത് സ്വിറ്റ്സർലാൻഡിലെ പോലെ ഉണ്ടെന്ന്. സൗമ്യ സ്വിറ്റ്സർലാൻഡിലേക്ക് യാത്ര ചെയ്തിട്ടുണ്ട്. സൗമ്യ ശരണ്യ ഓൾസോ. ശരണ്യ സ്വിറ്റ്സർലാൻഡ് അല്ല, അബീർ പറയാ സ്വിറ്റ്സർലാൻഡ്. സ്വിറ്റ്സർലാൻഡിലേക്ക് പോയ പോലെയാണ് ഇവിടെ എന്നാ പറയുന്നത്. ഇവിടെ ഒരു മോസ്ക് കാണുന്നുണ്ട് അൽസാത്തി വില്ലേജില്. പുറത്ത് നിന്നിട്ടുണ്ട്. ഇവിടെ പശുവും തൊഴുത്തും, നല്ല തടിയൻ കൊണ്ട പശു. ഇവിടെ പശുക്കുട്ടി പാലൊക്കെ കുടിക്കുന്നു. ഇത് നമ്മുടെ നാട്ടിലെ വില്ലേജ് തന്നെ തനി. പണ്ടത്തെ കാലത്തെ വില്ലേജ് ആണ്, ഇപ്പോഴത്തെ അല്ല. ഇപ്പൊ ഇവിടെ വില്ലേജ് എവിടെയെങ്കിലും പോണം. നൗ കർണാടക, റൈറ്റ്? ഇൻ കേരള വി കാൻ സീ ലൈക്ക് ദിസ്. അങ്ങനെ നമ്മള് അൽസാത്തി വില്ലേജിൽ നമ്മളെ വീട്ടിലേക്ക് എത്തിട്ടോ. നമ്മള് സാധനങ്ങളൊക്കെ എടുക്കുകയും. ഇതാണ് നമ്മുടെ ഗസ്റ്റ് ഹൗസിലെ നമ്മളെ ഹോസ്റ്റ്. ദിസ് ഈസ് ദ ഹൗസ് ഓണർ. അസ്സലാമു അലൈക്കും. അസ്സലാമു അലൈക്കും. ഇതാണ് നമ്മുടെ ഒരു ബെഡ്റൂം. ഇതാണ് ഇവരുടെ വെൽക്കമിങ്. ഇതാണ് അവരുടെ വീട്. ഇതാണ് അവരൊരു സെറ്റപ്പ്. നല്ല രസമുണ്ട് കേട്ടോ, നല്ല ക്ലീൻ ഉണ്ട്. ഓക്കെ, ഇതൊരു ബെഡ്റൂം. നമുക്ക് ആ കസഖസ്ഥാൻ ഹോട്ടലിനേക്കാളും വിശാലമായ റൂം കേട്ടോ. ടോയ്ലറ്റ് ഓൾസോ ക്ലീൻ. ഇതാണ് ഇവർ അറേഞ്ച് ചെയ്തിട്ടുള്ള ഫുഡ് ഐറ്റംസ് ആണോ. ഇത് ഇവിടുത്തെ ട്രഡീഷണൽ ഒരു ബണ്ണാണ് കേട്ടോ. ബൗർസക് എന്നാണ് ഇതിന്റെ പേര്. കിർഗിസ്ഥാനിൽ ഇതേ സെയിം ഉണ്ട്. ഇതിന്റെ സ്മോൾ ആണ് ഇത്ര. അത് ബൂർസൗക്ക് എന്നാ പേര്. ഇത് സൗമ്യക്ക് വേണ്ടിയിട്ട് മാത്രമുള്ള സ്പെഷ്യൽ ഫുഡാണ്. ബിക്കോസ് ഷീ ഈസ് എ വെജിറ്റേറിയൻ.
ഇത് വെജിറ്റബിൾ സൂപ്പാണ്. You can say Rahmet. Rahmet it's a thank you. റെക്മത്ത് താങ്ക് യു പറയാ നമ്മള് റെക്മത്ത് എന്നാണ് അത്ര റെക്മത്ത്. ഇത് ബീൻസിൽ നമ്മൾ രാജ്മ, ഇതിനെ ഇവര് പറയുന്ന ഫസൂലി. ഞാൻ വിചാരിച്ച ഭക്ഷണം കഴിഞ്ഞൂന്ന്. അതാണ്ട വീണ്ടും ചിക്കൻ്റെ ഒരു ഐറ്റം കൂടി ഇവിടെ വന്നു. തിലക്കുണ്ട് കേട്ടോ നമ്മളെ കൂടെ. ചായയും കൂടി വന്നതോടെ നമ്മുടെ കോറം കംപ്ലീറ്റ് ആയി. കൂടെ ഇതിന്റെ കൂടെ ക്യാബേജ് ഉള്ളതാണ് ദിന്തമ. വാട്ട് ഈസ് ദ നെയിം ഓഫ് ദിസ്? ജർക്കോവിയ എന്നാണ് ഇതിന്റെ പേര്. പേര് കേട്ട് കേട്ട് ഞങ്ങൾ ഞെട്ടി തന്നെയൊക്കെ ഇറങ്ങുന്നില്ല. They have cut it and put like this. Roasted bread. Suhan bread. I mean bread. Bread. Just. We'll soak in the soap. ഫുഡ് ഒന്ന് തീർന്നു വിചാരിക്കുമ്പോൾ അടുത്ത് വീണ്ടും വീണ്ടും വരികയാണ്. നമ്മളിവിടുത്തെ നമ്മളെ ഹോസ്റ്റലിലെ പാട്ടിമ ശരണ്യന്റെ പാട്ടിമ പോയി അവരെ മകളുടെ വീട്ടിലേക്ക് സ്റ്റേ ചെയ്യാൻ. അപ്പൊ ഇപ്പൊ തന്നെ ഒരു ടെൻഷനിലാണുള്ളത്. എന്താണ് എന്റെ ടെൻഷൻ? Because she didn't get that. No. She didn't get that pickle, so she got it. ഇനിയിപ്പൊ ഇതൊക്കെ ആര് ക്ലീൻ ആക്കി വെക്കും? നമ്മൾ തന്നെ ചെയ്യണോ അത് ഇനി വേറെ ആരെങ്കിലും വരുമോ എന്നാണ് തന്നെ എന്റെ ടെൻഷൻ. 100 ടെങ്കി. ഓക്കെ, നാട്ടിലെ ഒരു പഴയ ഗേറ്റ് പോലൊക്കെ അല്ലേ കാണുമ്പോൾ. ഇവിടെയാണ് നമ്മൾ താമസിക്കുന്നത്. ഞങ്ങൾ രാത്രി ഒന്ന് ജസ്റ്റ് പുറത്തുനിന്ന് ഇറങ്ങി വരാമെന്ന് വിചാരിച്ചു, നടന്നിട്ട് വരാമെന്ന്. സാത്തി വില്ലേജിൽ ഇപ്പോൾ 20 ഡിഗ്രിയാണ്, നല്ല തണുപ്പ്, അടിപൊളി ക്ലൈമറ്റ്. അൽമാട്ടിയിൽ ഇപ്പോൾ 25 ഡിഗ്രി, സാത്തി വില്ലേജിൽ 20 ഡിഗ്രി. നിലാവ്, എന്താ തണുപ്പ് കേട്ടോ, അടിപൊളി തണുപ്പ്. വീടുകളൊക്കെ ഇങ്ങനത്തെ ഗേറ്റാ. നോർമലി ഇപ്പോൾ നാട്ടിൻപുറങ്ങളിൽ ഉണ്ടാവില്ല അതുപോലത്തെ ടൈപ്പ്, അതുപോലത്തെ വീടുകളും. ഇതെവിടെയൊക്കെ ഉള്ളൊരു വഴിയാണ് കാണിക്കുന്നുള്ളത്. ഒരു മനുഷ്യരില്ല ഈ സമയത്ത് കേട്ടാ, ഒരാൾ പോലും പുറത്തില്ല കേട്ടാ, അല്ലേ? 9:45 ഇവിടെ, പക്ഷെ ഒരു മനുഷ്യന്മാരില്ല പുറത്ത്, എല്ലാം കിടന്നുറങ്ങി തോന്നുന്നു. മനുഷ്യനേ ഇല്ല ഈ ഉലകത്തില്. അതെ, പണ്ടത്തെ നാടിലുണ്ടാവുന്ന ഇപ്പൊ ഇത് ഇങ്ങനത്തെ കാണല് റയറാണല്ലോ. അതിന്റെ ഉള്ളില് വീടുകളും. ഞാനവിടെ ഒരു പശുവിനുണ്ട്, അപ്പൊ പശുവിന്റെ അടുത്ത് പോയി. പശു പേടിച്ചണിച്ച്, അപ്പൊ ഞങ്ങൾ കൂടെ ഉണ്ടായിരുന്ന 2 എണ്ണം ഓടി. ഓടിയപ്പോ ഞങ്ങൾ കൂടെ ഓടി. ഇപ്പൊ ഇന്നലത്തെ സെയിം ആ ഒരു ബ്രെഡ് ഐറ്റമാണ് ബ്രേക്ക്ഫാസ്റ്റ്. ബാക്കി കുറച്ച് വ്യത്യാസമുണ്ട്. സോ ഗുഡ് മോർണിംഗ് കസഖ്സ്ഥാൻ. യുവർ നെയിം സെയ്ദ്. ഓക്കെ. ഇതില്ല, ഞങ്ങളോട് ഓംലെറ്റ് കഴിക്കുക ചോദിച്ചിരുന്നു. നമ്മൾ 3 ആൾ നോൺ വെജിറ്റേറിയൻ ആണല്ലോ, നമുക്ക് വേണ്ടിയിട്ടുള്ള ഓംലെറ്റാണ്. ഇതാണ് നമ്മുടെ ഹോസ്റ്റ്. ഞങ്ങളെ ഇവിടെ ഹോം സ്റ്റേ ഉണ്ട്, അടിപൊളി ഫുഡ് ഞങ്ങൾ സജസ്റ്റ് ചെയ്യുന്നത്. നല്ല നമ്മളെ സ്വീകരണമല്ല, നല്ല റൂം എല്ലാം. ബഹാർ എന്നാണ് പേര്, നല്ല ഫുഡ്. സോ അല്ലേ, ഇവിടെ കസഖ്സ്ഥാനിൽ വരുന്നുണ്ടെങ്കിൽ സാത്തി വില്ലേജിൽ വരിക, ഇവിടെ താമസിക്കുക, അടിപൊളിയാണ്. റഫീദ് മീൻസ് വെൽക്കം, റൈറ്റ്? താങ്ക് യു. റഫീദ് മീൻസ് താങ്ക് യു. Kazakhstan'dan selam. Rahmet kızlar sindir. കസഖ്സ്ഥാൻ ലാംഗ്വേജ് ആണ്. നമ്മളെ ഇംഗ്ലീഷ് സംസാരിക്കാൻ പോലും അവർക്കത് മനസ്സിലാകുന്നില്ല. പക്ഷെ ആള് öte kuanıştımın sendirmen tanıştanıma. Sendir öte keremet sulu kızlarsındır. എന്താതൊന്നും മനസ്സിലായില്ല. പക്ഷെ ഇവരെ മോൾ അബുദാബിയിൽ ഉണ്ടെന്ന് അറിയാട്ടോ, വേറെ കൂടുതലായിട്ട് ഒന്നും മനസ്സിലായിട്ടില്ല. ട്രാൻസ്ലേറ്ററിന്റെ സഹായത്തോടെയാണ് സംസാരിക്കുന്നത് നമ്മൾ, കാരണം അവർക്ക് ഇംഗ്ലീഷ് അറിയില്ല. യു ആർ ഓൾസോ വെരി ബ്യൂട്ടിഫുൾ. ഇന്നലെ ഞങ്ങൾ റൂമിൽ കയറുന്ന, ഈ വീട്ടിൽ കയറുന്ന സമയത്ത് തന്നെ കൊടുത്ത ലാവൻഡർ ഫ്ലവറാണ്. അവരത് നല്ല ഫ്ലവർ വേസിലൊക്കെ ആക്കി അത് വളരെ നിർനിമേഷയായി നോക്കി നിൽക്കുന്നുണ്ട്. ഇതാണ് നമ്മൾ താമസിക്കുന്ന വില്ലേജിൻ്റെ ഒരു മൗണ്ടനും ആ ഒരു ഭൂപ്രകൃതി. വീട് ഒന്നിവരെ കാറാന്ന് തോന്നുന്നുണ്ട്. ഇത് നമ്മൾ വന്ന കാറ്. ഗുഡ് മോർണിംഗ് കസഖ്സ്ഥാൻ. ഇതാണ് നമ്മുടെ വിൻഡോ.
നമ്മൾ വരുമ്പോൾ കണ്ട മോസ്കാണ്. വിൻഡോ വ്യൂ ആണ് കേട്ടോ ഇത്, വിൻഡോ സൈഡ് വ്യൂ. അവരെ നമ്മൾ ഭക്ഷണം കഴിച്ചതൊക്കെ ക്ലീൻ ചെയ്ത് നല്ല ഇതായി. വിൻ്റർ ജാക്കറ്റൊക്കെ വെച്ചിട്ടുണ്ട്. ഇവിടെ തണുപ്പ്, ഇപ്പോഴും തണുപ്പുണ്ടല്ലോ. അങ്ങനെ തിലക്കും അവരോട് ബായ് പറയുന്നുണ്ട്. ആ കമി തന്നെയാ. അങ്ങനെ നമ്മൾ സാത്തി വില്ലേജിനോട് ബായ് പറയാണ്. ബായ് ബായ് സാത്തി വില്ലേജ്. No, we'll come back again. ഇത് വാട്ട് ഈസ് ദാറ്റ് ബായ? ദിസ് ബായ വാട്ട് ഈസ് ദാറ്റ്? Ah, here? ഞങ്ങൾ ഈ ഐ ലവ് സാത്തി എന്നുള്ള ആ ബോർഡിൻ്റെ അടുത്തൊന്ന് ഫോട്ടോ എടുക്കാൻ വിചാരിച്ചിട്ട് ജസ്റ്റ് ഒന്ന് സ്റ്റോപ്പ് ചെയ്തതാ കാറ്. ഇത് നമ്മൾ ഇന്നലെ പോകുമ്പോൾ കണ്ടില്ലേ, കോൾസൈ ലേക്കിലേക്ക് പോകുന്ന ആ റിവറാണിത് കേട്ടോ. ഇവിടെ നിന്ന് ദൂരത്ത് നിന്നാണ് റിവർ പോലെ ഇല്ല, മണ്ണ് പോലെ ഉള്ളൂ. ഇതൊക്കെ ഇവിടെ സെമിത്തേരി എന്ന് അവർ പറയുന്നത്. നമ്മൾ മുസ്ലിംസിൻ്റെ ആകുമ്പോൾ നമ്മൾ ഖബർസ്ഥാനും ക്രിസ്ത്യൻസിൻ്റെ ആകുമ്പോഴാണ് നമ്മൾ സെമിത്തേരി എന്ന് പറയാല്ല. പക്ഷേ ഇവിടെ ഒക്കെ സെമിത്തേരി തന്നെ അവർ പറയുന്നത്. ഒക്കെ ഇതിലൊക്കെ നിലാവ് എൻ്റെ ചിഹ്നം കാണുന്നുണ്ട്, മൂണിൻ്റെ ചിഹ്നം കാണുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ മുസ്ലിംസിൻ്റെ തന്നെ ആണെന്ന് തോന്നുന്നുണ്ട്. ചിലത് ഞാൻ കണ്ടത് മിക്സ് ആയിട്ടാണ് കേട്ടോ. Жанағындай бустар бұл жаққа барады, анан деген тегі жақта советский машиналар тұрады ғой, буханка деген. Вот ошол машиналармен тегі жаққа барып келсе болады. А биздин машиналарыбыз как джип катары, Nissan Pathfinder. Вот бұл жаққа да биз өзүбүздүн машинабыз менен эле барабыз. He is saying we are the most beautiful girls he has ever seen in his life and we are the best tourist people that he has ever gotten. So he's gonna not charge anything for us. This is gonna be a free trip for us. Yay, ladies! ഇവിടെ നിന്ന് കിട്ടാനാ? അല്ല, തിരിച്ചു വരുമ്പോൾ ഞാൻ ഫ്രണ്ടിലിരിക്കാം. ഇപ്പോൾ അവള് ഇരുന്നോട്ടെ, തിരിച്ചു വരുമ്പോൾ ഇത് കിട്ടുമല്ലോ. Okay, jokes apart, we left Sati village just now and we are going towards Kaindi lake. And it is around 30 to 40 minutes drive from there. And the roads are going to be little rugged, as you can see. Kaindi Like lake is a very special lake wherein the roots of the trees are from the underground, like in the lake Before actually. it was a river there. And when they become the earthquake and it stopped, I mean it becomes a lake and then still the trees are growing there. There is no lake now. Lake is there. Lake is there. But you can see the trunk Ah. like from the ground Ah. till the above the water level also you can see. Okay. ഇതാണ് ഇത് ട്രക്ക് കണ്ടില്ലേ, ഈ വാഹനത്തിലാണ്. ഇത് USSRന്റെ റഷ്യൻ വാഹനത്തോത്ര, USSRന്റെ സമയത്തുള്ള ടൈപ്പ് വാഹനത്ര. ഇതിലാണ് ഈ ട്രക്ക് റോഡിലൂടെ യാത്ര ചെയ്യാണ് നമ്മൾ. കുറെ ഇനി ഏകദേശം നമ്മൾ അവിടെ എത്തുന്നവരെ ഇതേ ഒരു ഇതാണ് കണ്ടോ, ഇതുപോലത്തെ ടൈപ്പ് കാറുകളിലാണ്. ഇതിൽ നല്ല സ്പീഡിൽ ഈ ഒരു ഓഫ് റോഡിലൂടെ നല്ല സ്പീഡിൽ പോകാൻ പറ്റും ആ കാറിന്. നമ്മളെ കാറൊക്കെ കുലുങ്ങിയിട്ടാണ് പോകുന്നുള്ളത്, ഒരു മാതിരി പൊക്ക പോകുന്നത്. But little high. Yeah, like that. Switzerland, that's why just ഇപ്പോ ഈ റിവർ ക്രോസ് ചെയ്യാൻ പോവാണ്. 2 പ്രാവശ്യം നമ്മൾ റിവർ ക്രോസ് ചെയ്യുന്നു. ഫസ്റ്റ് ഇപ്പോ പിന്നെ ഒരു പ്രാവശ്യം കൂടെ റിവർ ക്രോസ് ചെയ്യുന്നതാണ് പറഞ്ഞത്. റോഡിന്റെ അടിയിലൂടെയാണ് റിവർ കാണുന്നുണ്ട്. നമ്മൾ റിവർ ക്രോസ് ചെയ്യാണ്. വെരി നൈസ്. ഇപ്പൊ നമ്മള് റിവറിലൂടെയാണ് റിവർ ക്രോസ് ചെയ്യാണ് നമ്മളിപ്പോ. They stop the vehicles. വെരി നൈസ്. We were not allowed to pass the water because sometimes it will wash away the vehicles. So it was very cold. നല്ല So whatever the hut people they have the blankets now. നല്ല രസമുണ്ട്. വെള്ളം ഇങ്ങനെ വരുന്നതാണ്. So they told for this you should have holded the stabilizer because ലേക്കിലേക്ക് എത്തോളം എനിക്ക് തോന്നുന്നു ഓഫ് റോഡിൽ തന്നെയാണ് പോകേണ്ടതെന്ന്. ഇതേപോലുള്ള റോഡിൽ ഇതിലൊക്കെ നദി ഒഴുകുന്നത് കാണാട്ടോ. പക്ഷെ നിറയെ
പുല്ലായതുകൊണ്ട് ഇതിൽ വീഡിയോയിൽ കാണുന്നില്ല. പണി കിട്ടി ഗൈസ്. നമ്മളെ കാറ് വീണ്ടും തിരിച്ചു വിട്ടു. കാരണം നമ്മൾ ഈ വരുന്ന വഴിക്കാണ് നമ്മളൊരു കാറ് നമ്മളെ ഓപ്പോസിറ്റ് വരുന്നുണ്ടായ കാറ് നിർത്തിയിട്ട് പറഞ്ഞു നിങ്ങളുടെ നമ്പർ പ്ലേറ്റ് ഇല്ല. അത് നമ്മൾ വരുന്ന വഴിക്ക് ആ നദിയിൽ വീണ് പോയി തോന്നുന്നു. അങ്ങനെ ഞങ്ങൾ തിരിച്ചു പോവാണ് വീണ്ടും അത് എടുക്കാൻ വേണ്ടിയിട്ട്. ഇല്ലെങ്കിൽ പോലീസ് കണ്ട ആ പ്രശ്നമാവുന്നുള്ളത്. നമുക്ക് വന്നപ്പോ തൊട്ട് പണി തന്നെയാണ് ഗൈസ്. വെള്ളത്തില് വരുന്നുണ്ടോ? ഇതൊക്കെ നല്ല വെള്ളത്തിൽ ഇങ്ങനെ വരാൻ പറ്റിയ ആപ്റ്റായിട്ടുള്ള വണ്ടിയാണ്. ഇപ്പൊ വീണ്ടും ആ റിവറിന്റെ അടുത്ത് എത്തിയിട്ടുണ്ട്. നമ്പർ പ്ലേറ്റ് ഇവിടെ വീണ് കിടപ്പുണ്ടെന്ന് തോന്നുന്നുണ്ട്. അവന് നമ്പർ പ്ലേറ്റ് എടുക്കാൻ പോകുന്നുണ്ട്. നമ്പർ പ്ലേറ്റ് കിട്ടിയിട്ടാ അവൻ നമ്പർ പ്ലേറ്റ് എടുത്ത് വരുന്നുണ്ട്. ഈ മറ്റേ പുഴയിൽ കളഞ്ഞു പോയ മഴുക് തിരിച്ചു കിട്ടിയ വിറക് വെട്ടുകാരനെ പോലെ നമ്മുടെ ഗൈഡ് തിരിച്ചു വരികയാണ്. സുഹൃത്തുക്കളെ തിരിച്ചു വരികയാണ്. നമുക്ക് എന്തോ നിധി കിട്ടിയതുപോലെ തോന്നുന്നുണ്ടല്ലേ. ഇത് മറ്റേ സ്കൂൾ ബസ്സിനെ പോലത്തെ ഒരു ബസ്സാണല്ലോ. പലതരം വെറൈറ്റി ബസ്സസ് കണ്ടോ? നോക്കിയേ, ബസ് പലതരം വെറൈറ്റി വാഹനങ്ങള്. UAE സ്കൂൾ ബസ് പോലെ ഉണ്ട് ഒന്ന്. എപ്പോഴോ മഴ പെയ്ത പോലെ ഇല്ലേ? മഴ പെയ്തിട്ടുണ്ടെന്ന് തോന്നുന്നു ഇവിടെ. അതിന്റെ ഒക്കെ എപ്പോഴും മഴ പെയ്തതുപോലെ കാണുന്നുണ്ട് ചില സ്ഥലങ്ങളിൽ. അയ്യപ്പോ സ്വാമിയേ സ്വാമിയേ അയ്യപ്പ. വീണ്ടും ഒരു നദി കൂടി ക്രോസ് ചെയ്യാൻ പോവുകയാണ്. Be careful with the board. Be careful with the board. We can't come back again. ഇവൻ ഇതിലൂടെ വീണ്ടും ബോർഡ് കളഞ്ഞ ഇവനെ തല പെരട്ടി കിട്ടിട്ട് ഒന്ന് കൊടുക്കണം. We'll hold in the hand board otherwise. That is a nice idea. അങ്ങനെ നദികൾ കടന്ന് നദികളുടെ കുറുകെ വണ്ടി ഓടിച്ചോടിച്ചോടിച്ചു ഞങ്ങൾ പോവുകയാണ് സുഹൃത്തുക്കളെ, പോവുകയാണ്. അയ്യോ 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 എന്റെ ഫോൺ കവർ താഴെ. സാഹസിക യാത്ര എന്നൊക്കെ പറയില്ലേ, സാഹസിക യാത്ര, അതാണ് ഞങ്ങൾ ഇപ്പൊ ചെയ്തുകൊണ്ടിരിക്കുന്നത്. കാശും കൊടുത്ത് ഞങ്ങൾ കുന്നും മലയും കയറിക്കൊണ്ടിരിക്കുകയാണ് സുഹൃത്തുക്കളെ, കുന്നും മലയും കയറിക്കൊണ്ടിരിക്കുകയാണ്. ഈ വണ്ടിയിലുള്ളവർക്ക് സുഖമാണോ അറിയില്ല. അത് നല്ല ഫാസ്റ്റിൽ പോകുന്നൊക്കെ ഇവൻ പറഞ്ഞത്. കൊറേ ഇതുപോലത്തെ വണ്ടികൾ തന്നെ. നമ്മളെ കാറ് പോലത്തെ നമ്മളെ കാറ് മാത്രമേ ഉള്ളൂ. മുല്ലൊക്കെ മണം ഇല്ല എന്നൊക്കെ നമ്മള് പറയില്ല. അതാണ് ഇപ്പൊ ഞങ്ങള് ചെയ്തോണ്ടിരിക്കുന്നത്. ഞങ്ങള് മുറ്റത്തെ മുല്ലനെ അവിടെ വെച്ചിട്ട് ഞങ്ങൾ എവിടെയോ ഉള്ള മുല്ലന്റെ മണം ആസ്വദിക്കാൻ വേണ്ടി വന്നിരിക്കുകയാണ്. എന്നാ മണമുണ്ടോ അതില്ലാതാനും. പക്ഷെ സത്യം പറഞ്ഞാൽ ഭൂപ്രകൃതി അതൊരു വ്യത്യാസം തന്നെയാണ് കേട്ടോ ഓരോ രാജ്യത്തിന്റെയും. ഇവിടെ കണ്ടോ പൈൻ മരങ്ങള് കണ്ടില്ലേ? എന്ത് ഭംഗിയാ കാണാൻ വേണ്ടി. നല്ല ഭംഗിയുള്ള ഒരു സ്ഥലം നടാനല്ലേ. എന്താ ഭംഗി നോക്കി. ഇതൊക്കെ നമുക്ക് കാണണമെങ്കിൽ വേറെ രാജ്യത്ത് തന്നെ വരണം. എല്ലാം നമ്മള് എന്താ പറയാ, എല്ലാത്തിനും അതിൻ്റെതായ ഗുണവുമുണ്ട്, എന്നാൽ ദോഷവും ഉണ്ടോ? ഇല്ല, ദോഷമില്ല, ഗുണം മാത്രമേ ഉള്ളൂ. നല്ല അടിപൊളി വ്യൂ. ഇവിടെ നോക്കിയാ എന്താ ഭംഗി. വാവ്, സൂപ്പർ, അടിപൊളി. നോക്കിയാ You know to do spin shot in that? ഇവിടെ നല്ല വ്യൂ കണ്ടപ്പോ എല്ലാരും ഇറങ്ങി ഫോട്ടോ എടുക്കാൻ വേണ്ടിട്ട്. ഒന്നാമത് അവനക്ക് നമ്പർ പ്ലേറ്റ് വെക്കുവാൻ വേണമായിരുന്നു, അതുകൊണ്ട്. ഒരാൾ പോസ് ചെയ്യുന്നുണ്ട്, ഒരാൾ ഫോട്ടോ എടുക്കുന്നുണ്ട്. ഇവിടൊക്കെ ചെറിയ വീടൊക്കെ കാണാം. ഇപ്പൊ കൊറേ മരങ്ങളുടെ ഇടയിലൂടെയാണ് നമ്മൾ പോകുന്നുള്ളത്. നിറയെ മരങ്ങളുള്ള ഒരു വഴി. മിനിറ്റില് നമ്മളിവിടെ പാർക്ക് ചെയ്യുന്നാണ് അവൻ പറയുന്നത്. അയ്യോ, 2 മിനിറ്റില് കുടുങ്ങും തോന്നുന്നുണ്ട് കേട്ടോ. നമ്മള് നല്ല ഒരു വലിയ കുഴിയിലേക്കാണ് ഇറങ്ങുന്നുള്ളത്. നമ്പർ പ്ലേറ്റ് മിക്കവാറും വീഴാൻ ചാൻസ് ഉണ്ട്. എന്താ നമ്പർ പ്ലേറ്റ് ഊരി വെച്ച നമ്പർ പ്ലേറ്റും കൊണ്ടാണ് ഞങ്ങൾ യാത്ര ചെയ്യുന്നുള്ളത്. കുന്നും മലയും കേറി ഇറങ്ങി യാത്ര തുടരുകയാണ് ഞങ്ങൾ. സന്ദർഭത്തിന് അനുയോജ്യമായ എന്തെങ്കിലും പറയൂ. വല്ല ഡ്രൈവറാണെങ്കിൽ ഭയങ്കര സീരിയസ് ആയിട്ട് വണ്ടി ഓടിച്ചോണ്ടിരിക്കുക.
അവസാനം ഞങ്ങൾ എത്തി ഗൈസ്. അരമണിക്കൂർ നമ്മൾ എത്ര ഇത് തന്നെയാ? മോർ ദാൻ ദാറ്റ്, ഹാഫ് ആൻ അവർ. വി ടേക്ക് ഹാഫ് ആൻ അവർ ടു ഹിയർ. നമ്മൾ ഇവിടെ ഒരു 10:30. ദാറ്റ് മീൻസ് 1 hour. അല്ല, എത്ര മണിക്കൂർ നമ്മൾ എടുത്തതെന്ന്? അരമണിക്കൂർ തന്നെയാ. നമ്മളെ ഏകദേശം ഇല്ല, ഒരു മണിക്കൂറോടെ എടുത്ത് യാത്രക്ക് കേട്ടോ. കുലുങ്ങി ആ ഓഫ് റോഡിലൂടെ 1 മണിക്കൂർ യാത്ര ചെയ്തിട്ട് ഞങ്ങൾ അവസാനം ഞങ്ങളുടെ ഒരു ഡെസ്റ്റിനേഷനിൽ എത്തിയിരിക്കുകയാണ്. കാൻഡി ലേക്ക്, റൈറ്റ്? കാൻഡി ലേക്കിലേക്കാണ് നമ്മൾ എത്തിയിട്ടുള്ളത്. ഇവിടെ കൺഫ്യൂഷനിലാണ്. ഹോഴ്സ് റൈഡിങ് ഉണ്ട്, കാറുണ്ട്. നമ്മൾ ഇവിടെ പോകാൻ വേണ്ടിയിട്ട് അപ്പം ഏത് വേണമെന്ന് നമ്മൾ ചൂസ് ചെയ്യാണ്. ഇവിടെ ഒരുപാട് വാഹനങ്ങൾ നിർത്തിയിട്ടിരിക്കുന്നത് കാണാം. അതേപോലെ ഒരുപാട് കുതിരകള്, കാരണം കുതിരകളിൽ ആൾക്കാർ യാത്ര ചെയ്യുന്നുണ്ട്. ഒരു പെണ്ണൊക്കെ അവിടെ കയറി ഇരിക്കുന്നുണ്ട്. അങ്ങനെ അവസാനം ഞങ്ങള് ഹൗസിൽ പോകാൻ വേണ്ടിയിട്ട് തീരുമാനിച്ചു, ഹൗസ് റൈഡിങ് ചെയ്യാന്ന്. കാറോ ഹൗസ് ആകെ കൺഫ്യൂഷനിലായിരുന്നു. ഇഷ്ടം പോലെ കുതിരകള് അവിടെ കൂട്ടി. ഇവര് ഒന്നിച്ച് പോയി വന്നു കേറാൻ വേണ്ടിട്ട്. പേടിയുണ്ടോ സരണ്യ? സ്കേർഡ് ലിറ്റിൽ ബിറ്റ്. എല്ലാരും കുതിരപ്പുറത്ത് കയറി ഇരുന്നിട്ടുള്ള ഞങ്ങൾ ഇങ്ങനെ കുതിരപ്പുറത്ത് പോവാണ്. ഞങ്ങളങ്ങനെ ഇങ്ങനെ യാത്ര ചെയ്തോണ്ടിരിക്കുകയാണ് കേട്ടോ. കുതിരപ്പുറത്ത് ഉള്ള ഒരു യാത്രയിലാണ് ഞങ്ങൾ. എൻ്റെ കുതിരനെ കാണണം. നൈസ് എക്സ്പീരിയൻസ്. യാ നമ്മളെ മറുവശത്തുനിന്നും ആൾക്കാർ വരുന്നുണ്ട് ഹൗസിൽ. അവരൊക്കെ അടിപൊളിയായിട്ട് വരുന്നുണ്ട്. ഇതൊക്കെ കെയിൻഡി ലേക്കാണ് കേട്ടോ. കെയിൻഡി ലേക്ക് ഒഴുകിക്കൊണ്ടിരിക്കുകയാണ് കാണുന്നത്. അതിലാണ് നമ്മളിങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നത്. എന്താ 20 മിനിറ്റ് ഇതുപോലെ യാത്ര ചെയ്ത് പോകണം. എന്നിട്ട് 20 മിനിറ്റ് നമ്മൾ ഇതുപോലെ തിരിച്ചും അതേപോലെ കുതിരപ്പുറത്ത് യാത്ര ചെയ്ത് വരണം. സത്യം പറഞ്ഞ അടുത്ത് കുലുങ്ങിയിട്ട് എങ്ങനെയാണോ പണ്ട് യുദ്ധത്തിനൊക്കെ കുതിരപ്പുറത്ത് പോകുന്നതെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. യുദ്ധത്തിനൊക്കെ എങ്ങനെയായിരുന്നു പോയിട്ടുണ്ടാവുക? കുതിരപ്പുറത്തല്ല അവർ വേറെ രാജ്യങ്ങളിലേക്കൊക്കെ പോവോ? അയ്യോ, ഐ ഫോർഗോട്ട് ദാറ്റ് യുവർ ആക്ഷൻ. എൻ്റെ ക്യാപ്പ് മിസ്സായി. ഞാൻ ക്യാപ്പ് എടുത്ത് എന്തിനാണ് കയ്യിൽ പിടിച്ചത്? താഴെ വീണ് പോയി. അങ്ങനെ അത് പോയി കിട്ടി. കുതിരപ്പുറത്തുനിന്ന് ഒന്ന് താഴെ ഇറങ്ങി. എന്താ നല്ല ക്ലൈമറ്റ്, അടിപൊളി. പ്ലീസ് വാട്ട്. കുതിരപ്പുറത്തുനിന്ന് ഇറങ്ങി ഞങ്ങൾ സ്റ്റെപ്പ് ഇങ്ങനെ ഇറങ്ങാണ്. എന്താ രസം എന്നറിയാം. ഇവിടെ കുതിരപ്പുറത്ത് വന്ന വേർത്താണ് കേട്ടോ. നല്ല ക്ലൈമറ്റ്, നല്ല തണുപ്പ്. ജൂണിൽ വന്നപ്പോൾ ഞങ്ങൾ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല ഇത്ര തണുപ്പുണ്ടാവുന്നു. ചൂടെന്നാ വിചാരിച്ചത്. ജൂൺ ലാസ്റ്റ് ആണല്ലോ ഇത്. പക്ഷെ നല്ല തണുപ്പ്. നമ്മൾ ഈ സ്റ്റെപ്പ് ഇറങ്ങി വന്നു.